കൊണ്ടുപോടാ അവിടുന്ന്. കാലത്ത് തെക്കേ മുറ്റത്ത് വെച്ചുകൂടെ ബലിക്കാക്ക വന്ന് കുത്തിക്കൊള്ളും. ഏട്ടന് പിണ്ണം വയ്ക്കാൻ വന്നിരിക്കുന്നു. അങ്ങനൊന്നും പറയില്ല എന്റെ ഏട്ടൻ. എന്തിനായിരുന്നു പ്രഭാകര കെട്ടി എഴുന്നള്ളിച്ച് എന്നെ കൊണ്ടുവന്ന്? ദൂരെ ദിക്കിൽ എവിടെയെങ്കിലും കിടന്നങ്ങോട്ട് ഒടുങ്ങി പോയില്ലായിരുന്നോ ഞാൻ? പ്രശ്നം ഉണ്ടാക്കും ഏട്ടൻ. പ്രശ്നം ഉണ്ടാക്കിയ ആരോട്? എന്തിന്? തുറന്നുവിടാൻ പോവാ ഞാൻ ഏട്ടനെ. വേണ്ട. ഈ പത്തായപ്പുരയെ കിടന്ന് പുഴുത്ത് പെടഞ്ഞ് നരകിച്ച് മരിച്ചോളാം ഞാൻ, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ. എവിടെ ഭരതേട്ടൻ? എന്താണോ കാര്യം? അതെ, അവിടെ പറഞ്ഞോളാം. ഞാൻ അറിയാൻ പാടില്ലാത്ത കാര്യമാണോ? എല്ലാ കാര്യങ്ങളും തനിക്ക് അറിഞ്ഞേ പറ്റുന്നുണ്ടോ? വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കരുത് വിഷയം. പ്രശ്നം ഉണ്ടാക്കിയ നീ എന്ത് ചെയ്യും? കഴുത്തെന്ത് തല എങ്ങോട്ട് വേണ്ടി വന്ന് അതും ചെയ്യും. വിശ്വനാഥ, ഭ്രാന്തുണ്ടോ നിനക്ക് എന്ന് ചോദിക്കാനുള്ള അവകാശം എനിക്കില്ല. കാരണം അതുള്ളത് എനിക്കാണല്ലോ. എന്തിനാ കുട്ടിയെ, എന്തിനാ എപ്രാണം കാണിക്കണേ? ആരോടെ, എന്തിനാ നിന്റെ ഈ ശോഭം? അത് ശരി, അരി നിന്ന് ആചാരിച്ചും കടിച്ചിട്ട് പിന്നെ എന്നെ ഉപദേശിക്കാൻ വരരുത്. നാളെ ഞാൻ വന്ന് കൊണ്ടുപോവാ മീരെ എന്റെ പെണ്ണായിട്ട്. എതിര് നിൽക്കാൻ ഇടങ്ങറുണ്ടാക്കാൻ വരരുത് ആരും. വിശ്വനാഥ, വരട്ടണ്ട. നിങ്ങൾ കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞൊരു എച്ചില ഞാൻ ഉണ്ടാൻ പോണെന്ന് എനിക്കറിയാം. ഇനി അതിന്റെ ഒരു അസ്ഥി കഷ്ടത്തിന് വേണ്ടി കടിപിടി കൂടാൻ വന്നാല് വിവരമൊപ്പം മനസ്സിലാവും. വിശ്വം അങ്ങനെ പറയുന്നത്. ചതിച്ചല്ലോ. അവര് വന്നു മീനെ കൊണ്ടുപോവാൻ. ഏട്ടനെവിടെ? എവിടെ ഭരതൻ? എന്തിനാ നിന്റെ പുറപ്പാട്? ഒട്ടം കളിക്കണ്ട. എന്താച്ചാ പറയാ? എന്താ നിന്റെ ഉദ്ദേശം? എനിക്കൊന്ന് പുറത്തു പോകണം. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല ഈ പടിക്ക് പുറത്തു പോകാൻ. എന്റെ ഏട്ടനെ എനിക്കൊരിടം വരെ വളരെ അത്യാവശ്യമായിട്ട് പോയേ പറ്റൂ. ബാലരാമന്റെ വീട്ടിലേക്കല്ലേ? ഇല്ല, നീ പോവില്ല. അത്ര നിർബന്ധാച്ചാ നീ പൊയ്ക്കോ. പക്ഷെ ഈ അമ്മയുടെ ശവം കണ്ടേ നീ പോകാവൂ. എന്ത് മണ്ടത്തിലെ അമ്മ പറയണേ? ഞാൻ തിരിച്ചേരിക്കല്ല പോണത്. പിന്നെ ഓർമ്മയില്ലേ ഗോവിന്ദമ്മയ്ക്ക്? വെളിനേഴി ഗോവിന്ദനാശാനെ, എന്നെ മെഴുക്കിട്ടൊഴിഞ്ഞ കഥകളി പഠിപ്പിച്ച എന്റെ ഗുരു ഗോവിന്ദനാശാനെ. ആശാന്റെ 12ാം ചരമവാർഷിക എന്ന്. പോയിട്ട് അസ്ഥിത്തറയിൽ ഒരു വിളക്ക് വെക്കണം. കഥകളിയിൽ മാത്രമല്ല ജീവിതത്തിൽ ഞാൻ പഴിച്ചുപോയെന്ന് ആ കാരണവരോട് എനിക്ക് കുറ്റമേറ്റ് പറയണം. ഏട്ടാ, മാറ് പ്രഭാകര, മാറ് പ്രഭാകര. ഇങ്ങനെ നടക്കണം, നടത്തണമെന്നാവും ഈശ്വര നിശ്ചയം. പണവും പദവിയും തറവാടിത്തുമൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. ഒക്കെ നിശ്ചയിക്കണത് ഈശ്വരന്മാർ. ഈശ്വരന്മാരുടെ ജോലി നമ്മളേറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി വെച്ചാൽ അവർക്ക് തൊഴിലില്ലാണ്ടാവില്ലേ? തൊഴിലില്ലാച്ചാ പട്ടിണിയാവില്ലേ വിശ്വനാഥ ഈശ്വരന്മാർ? അതുകൊണ്ട് അവരുടെ തൊഴിലിനെ തടസ്സപ്പെടുത്താതെ, അവരുടെ കഞ്ഞിൽ മണ്ണ് വാരിയിടാതെ നമ്മളങ്ങോട്ട് മാനേജ് ചെയ്യാം. വഴങ്ങിക്കൊടുക്കുക. എന്താ? ഒരു കാര്യം ചോദിച്ചാ സത്യം പറയൂ എൻ്റെ കുട്ടി. എന്തൊക്കെയോ നീ മനസ്സിൽ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. മനസ്സിലാവണുണ്ട് എനിക്കത്. മോളെ ഏട്ടത്തിയമ്മയോട് തുറന്നു പറ. എന്താ കേൾക്കണോ ഏട്ടത്തിയമ്മയ്ക്ക്? വേണം.
അലറി വിളിച്ച് ആപത്ത് വരുത്തി വെക്കോ? ഇല്ല, സത്യം. നാളെ നേരം വെളുക്കുന്നത് കാണാൻ മീര ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടാവില്ല.